കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ പോലീസിനെ കണ്ട യുവാവ് വിഴുങ്ങിയത് MDMA തന്നെ. താമരശ്ശേരി അരയത്തുംചാലിൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങിയത്. ഇന്ന് കൂടുതൽ വിദഗ്ധ പരിശോധന നടക്കും. സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. സമീർ, ഈ നേരത്തെ MDMA വിഴുങ്ങുകയും ആൾ മരിച്ചു പോവുകയും ചെയ്യുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഫായിസിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി പോലീസ് പറഞ്ഞത് എന്താണ്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഷാനിദ് എന്ന യുവാവ് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. MDMAയും അതുപോലെ തന്നെ കഞ്ചാവും വിഴുങ്ങി അത് വയറിൽ കിടന്ന് പൊട്ടുകയും അതേ തുടർന്നായിരുന്നു ഒരു മരണം സംഭവിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു സംഭവം അതിൻ്റെ ഞെട്ടലുമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഫായിസ് എന്ന 26-കാരനാണ് MDMA വിഴുങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഇവർ സുഹൃത്തുക്കളാണ് എന്ന കാര്യം കൂടി പോലീസും നാട്ടുകാരും സമ്മതിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ യുവാവ് മാതാവിനെയും ഭാര്യയെയും കുഞ്ഞിനെയും കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്തത്. ആ വേളയിലാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് പോലീസിനെ പിടിച്ചു നൽകുകയും ചെയ്തത്. ആ വേളയിലാണ് യുവാവ് ഈ MDMA വിഴുങ്ങിയത്. പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ യുവാവിനെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വാർഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ സർജറി നടത്തിക്കൊണ്ട് ഈ MDMA അടങ്ങിയ ആ ബാഗ്, ചെറിയ പാക്കറ്റ്, അത് പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് വിദഗ്ധരും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിൻ്റെ അനുമതി ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ സമ്മതപത്രം ഒപ്പിട്ടുകൊണ്ട് കുടുംബം നൽകേണ്ടതുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. ഹാഷ്മി ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.